10 വർഷം കൊണ്ട് നമ്മുടെ വികസന ചിന്തയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റത്തിന്റെ സൂചിയാണ്. കഴിഞ്ഞ കാലത്തെ പോലെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റം വരണം എന്നുള്ളതിന്റെ പിന്നിൽ രാഷ്ട്രീയ കോൺസെൻസസ് വന്നിട്ടുണ്ട്. ഞാനത് 10 വർഷത്തിന്റെ നേട്ടമായിട്ടാണ് കാണുന്നത്. പേരെന്ത് വേണമെങ്കിൽ വിളിച്ചു. പക്ഷെ പേരിന്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കുമ്പോ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വിജ്ഞാനാധിഷ്ഠിത, നൈപുണ്യ അധിഷ്ഠിത അല്ലെങ്കിൽ സേവനാധിഷ്ഠിത വ്യവസായങ്ങളെ കുറിച്ചല്ല പറയുന്നത്, തുറമുഖാധിഷ്ഠിത വ്യവസായങ്ങളാണ്. അങ്ങനെയും നാട് വികസിക്കാം. അതിനൊക്കെ നല്ല ഉദാഹരണമാണ് ഗുജറാത്ത് അടക്കമുള്ളത്. പക്ഷെ തുറമുഖത്തിലൂടെ കയറ്റുമതിയെയും ഇറക്കുമതിയെയും ചെയ്യുന്നത് എന്താ? വലിയ ഭാരക്കൂടുതലുള്ള ഘനവ്യവസായ ഉൽപ്പന്നങ്ങള്, അല്ലെങ്കിൽ വോളിയം അധികം വരുന്ന ഗാർമെന്റ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അത്തരം വ്യവസായങ്ങൾ കേരളത്തിലുണ്ടോ? അത്തരം വ്യവസായങ്ങൾ കേരളത്തില് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമാണ്. നമുക്ക് അനുയോജ്യമായ വ്യവസായങ്ങള് വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളാണ്. അതിലാണ് നമ്മുടെ കോമ്പറ്റിറ്റീവ് സ്ട്രെങ്ത്. അവിടെയാണ് നമ്മൾ ഊന്നേണ്ടത്. എന്നതിന് പകരം തുറമുഖാധിഷ്ഠിത വ്യവസായങ്ങളിലേക്ക് മാറുമ്പോൾ നാം എവിടെ എത്തിച്ചേരാനാ? വേണ്ടത്ര ചിന്ത അതിന്റെ പിന്നിലില്ല. അനുയോജ്യമായ വ്യവസായങ്ങൾ വിഴിഞ്ഞം കണ്ടിട്ട് നമ്മൾ മതിമറക്കണ്ട. വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് സെന്ററാണ്. കണ്ടെയ്നേഴ്സ് വരുന്നു, കണ്ടെയ്നേഴ്സ് ഇവിടെ നിന്ന് കൊണ്ടുപോകണം, ഇറക്കി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഏർപ്പാടാണ്. എന്നാൽ തുറമുഖാധിഷ്ഠിത എന്ന് വെച്ചാൽ ഇതിന്റെ ലോജിസ്റ്റിക്സ് മാത്രമല്ല കേട്ടോ, ഇന്റർലാൻഡിലെ ഉൽപാദനം എങ്ങനെ. അപ്പൊ അത് വീട്ടുവിചാരം വന്നോളും. ഞാൻ അതിനെ കുറിച്ചല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും നാട്ടില് ഇന്നൊരു കോൺസെൻസസ് ഉണ്ട്. നമ്മുടെ വികസന പാതയിൽ ഒരു മാറ്റം വരണം. ഇതപ്പോ ആദ്യം കണ്ടുപിടിച്ചതല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതില് മർമ്മപ്രധാനമായ സ്ഥാനം വിദ്യാഭ്യാസത്തിനുണ്ട്. ആ വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഈ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ അതിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്, മെച്ചപ്പെടുത്തുന്നതിന് ഒരു 4,000 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പ്ലസ് പോയിന്റാണ്. 2, വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി ചില നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ സത്ഫലങ്ങളും കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ കണ്ടു. ദേശീയ റാങ്കിങ്ങില് നമ്മുടെ പല കോളേജുകളും യൂണിവേഴ്സിറ്റികളും മുൻപിലേക്ക് വന്നിട്ടുണ്ട്. അന്തർദേശീയ റാങ്കിങ്ങിൽ 500ന്റെ ഉള്ളിലാണെങ്കിലും ഗാന്ധിജി സർവകലാശാലയും ചിലത് റാങ്കിങ്ങിൽ കൊച്ചി സർവകലാശാലയിലും വന്നിട്ടുണ്ട്. അപ്പം അപര്യാപ്തമാണെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും. 3-മത്തേത് നമ്മൾ ചെയ്തത് 4-year കോഴ്സ്. എന്താ അത്? കുട്ടികൾക്ക് കൂടുതൽ ചോയ്സ് കൊടുക്കാൻ, പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അഭിരുചിയും അവരുടെ കരിയർ പെർസ്പെക്റ്റീവും എല്ലാം വെച്ച് അവർക്ക് കോഴ്സുകൾ ചൂസ് ചെയ്യുന്നതിന് ആധുനികമായ വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങനെയാണ്. അതനുസരിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനാണ് ചുരുക്കത്തിൽ അത്. അതോടൊപ്പം നൈപുണി പരിശീലനത്തിന്, ഗവേഷണത്തിനും മുന്നോട്ടും പഠിക്കേണ്ടവർക്ക് അത് ചെയ്യാം. അല്ലാതുള്ളവർക്ക് നൈപുണി പരിശീലനത്തിനും അവസരമൊരുക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. മുന്നോട്ട് കൊണ്ടുപോകണം. 3-മത്തെ കാര്യം, പക്ഷേ വലിയ അപകടം നമ്മൾ തുറച്ചു നോക്കുകയാണ്. നമ്മളിത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയല്ല രാജ്യത്തെ ചിന്ത. അത് NEP-യെ കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ ഞാൻ ആവർത്തിക്കുന്നില്ലെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ വികസിത് ഭാരത് ശിക്ഷാധിഷ്ഠാൻ 2025 വന്നിട്ടുണ്ട്. അത് വലിയ ഭീഷണി ഉയർത്തുകയാണ്.
സർവകലാശാലയുടെ ഓട്ടോണമി പോകണമെന്നുള്ളതാണ്. സർക്കാർ ഡിപ്പാർട്ട്മെന്റ് അവിടെ നിന്നുള്ള ഉത്തരവ് പ്രകാരം പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. സംസ്ഥാനങ്ങളുടെ അധികാരം കവരുന്നു. അങ്ങനെയുള്ള ഇടപെടല് എന്തിനു വേണ്ടിയാ ഉപയോഗിക്കാൻ പോണേ? നമ്മുടെ സർവകലാശാല നന്നാക്കുകയാണെങ്കിൽ പിന്നെ ക്ഷമിക്കാം, നന്നാക്കാനല്ലേ? അല്ല, രാഷ്ട്രീയമായ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല പൊതുവിൽ ലിബറൽ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഒന്നാണ്. ഈ ലിബറൽ ചിന്താഗതിയെ മുഴുവൻ മാറ്റണം. അല്പസ്വല്പമൊക്കെ മാർക്സിസ്റ്റ് ചിന്താഗതി പദ്ധതികള് ഹിസ്റ്ററിയില്, സോഷ്യോളജിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. എങ്കിലും പൊതുവിൽ ലിബറലാണ് വിദ്യാഭ്യാസം. അത് എമാസ്കുലേറ്റ് ചെയ്ത് അവിടെ ഹിന്ദുത്വ ആശയങ്ങൾ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുൻഗണന നൽകുന്ന ഒരു മുൻഗണനയായിട്ട് മാറിയിട്ടുണ്ട്. ഇന്നത്തെ ഭരണം എങ്ങനെ നടത്തണമെന്നല്ല, അത് BJP നോക്കണതാണ്. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ഇന്ത്യയെ എങ്ങനെ കരുപിടിപ്പിക്കണം. അപ്പൊ 2-3 വർഷമൊക്കെ വിദ്യാഭ്യാസം നടന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ JNUവിലും ചെല്ല്, ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയല്ലേ, നാനാവിധമാക്കിയില്ലേ? പഠിപ്പിക്കാൻ അറിയുന്നവരാരെങ്കിലും ആണ് എടുക്കുന്നത്. ഏക മാനദണ്ഡം സംഘപരിവാറിന്റെ ഭാഗമാണോ എന്നുള്ളതാണ്. ഞാൻ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകരോട് സംസാരിച്ചപ്പോ പുതുതായിട്ട് എടുത്തവർക്ക് എക്കണോമിക്സ് പഠിപ്പിക്കാനേ ഇല്ല, പിന്നെ പിള്ളേരെ എങ്ങനെ പഠിക്കണ്ടെന്ന് ആലോചിച്ചിട്ട് മറ്റധ്യാപകര് ആ കോഴ്സിൽ കുട്ടികളൊക്കെ സഹായിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരെയുണ്ട്. ക്രേസി. ഈ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഇന്ത്യയുടെ കോണി കിടക്കുന്ന പടെ ഒരു 30-40 അധ്യാപകരുള്ള ഒരു കേന്ദ്രം. അപ്പോ അവിടെ MPhilഉം PhDയും JNU അഫിലിയേഷനാ. അപ്പൊ JNU അതിന്റെ കമ്മിറ്റി ഓഫ് ഡയറക്ഷനില് 2 പേരുണ്ട്. നേരത്തെ ജയതി ഘോഷ്, പ്രഭാത് പട്നായിക് ഇങ്ങനെയുള്ളവരൊക്കെ വരിക. ഇപ്പോ ഏതോ വടക്കൻ യൂണിവേഴ്സിറ്റിന്ന് ഇപ്പോഴല്ല, ഒരു 5 വർഷം മുമ്പ് ഞാൻ മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാ വന്നു. അവരാദ്യ ചോദ്യം, ഇവിടെ അർത്ഥശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ ഈ പഠിപ്പിക്കുന്നവർക്ക് ഇത് എന്താന്ന് പിടികിട്ടിയില്ല. പിന്നീട് തെളിച്ചത്, ബൾബ് എത്തിയത് കൗടില്യന്റെ അർത്ഥശാസ്ത്രമാണ്. അത് എക്കണോമിക് ഹിസ്റ്ററിയിൽ ഞങ്ങളുണ്ട്. ഈ സൈസുകളെ തന്നെ